ഇല്ല രവിയണ്ണ, നീ ഇന്നാള് നമ്മളിന്നാള് പണിക്ക് വന്നപ്പോൾ നിനക്ക് വെള്ളം താഴ്ച നീ വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ കുടിച്ചത് ആനയുടെ മൂത്രമാണെന്ന് പറഞ്ഞത് കൊള്ളായിരുന്നു. അതെന്ത് കുടിച്ചിറക്കിയപ്പോ നിനക്ക് വല്ല പ്രത്യേകത തോന്നി? പ്രത്യേകമൊന്നുമില്ല. എടേ ഞാൻ പോത്തിന്റെ ആളിനെ നമ്മൾ കുടിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ പോത്തിന്റെ ആയിരുന്നാലും ആനയുടെ ആയിരുന്നാലും ഈ വനത്തിൽ കിടക്കുന്ന ആനയ്ക്ക് ഉപ്പ് കൊണ്ട് കൊടുക്കണമായിരുന്നു. നമ്മുടെ ശരീരത്തിൽ ഉപ്പ് രസം, അതായത് ഉപ്പ് നമ്മൾ കഴിക്കണോണ്ടാണ് ഉപ്പ് ഉണ്ടാവുന്നത്. ഇവിടെ ഉപ്പ് രസം ഉണ്ടാവണമെങ്കിൽ നീ വനത്തിൽ കിടക്കുന്ന ആനയ്ക്ക് നീ ഉപ്പ് കൊണ്ട് കൊടുക്കണ രവിയണ്ണ? എങ്ങനെ ഉപ്പ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? എങ്ങനെ ഉപ്പ് ഉണ്ടാവും? നീ തർക്കിക്കാൻ ഇപ്പൊ നാട്ടിൽ കിടക്കുന്ന ആനയ്ക്കാണെങ്കിൽ ഇപ്പൊ ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചോറിലായിരുന്നാലും അതിന്റെ വെള്ളത്തിലെത്ത് ഉപ്പ് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ കിടക്കുന്നവർക്ക് ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഈ കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് ഉപ്പ് കൊണ്ട് കൊടുക്കുന്ന ആരുടെ രവിയണ്ണ? നീ ഇല്ലാത്തത് പറയരുത്. നീ ഇല്ലാത്തത് എങ്ങനെ കൊടുക്കും? ഉപ്പ് രസം എങ്ങനെ വന്നു? നമ്മളെ ശരീരത്തിൽ ഉപ്പ് പറഞ്ഞത് നമ്മളെ ഉപ്പ് തിന്നുന്നുണ്ടല്ലോ നമ്മളെ ശരീരത്തിൽ ഉപ്പ് പറഞ്ഞത്. അവിടെ ഇനിയിപ്പോ അത് കാണൂല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നീ സത്യം പറ, ഉപ്പ് രസം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നില്ലേ? നീ തർക്കിക്കാതെ. കുടിച്ചിറക്കിയപ്പോഴാണ് ഉപ്പ് രസം. അത് നാട്ടിൽ കിടക്കുന്ന ആനയാണെങ്കിൽ ശരി, കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് എങ്ങനെയുടെ ഉപ്പ് രസം പറഞ്ഞു? അത് ഉപ്പ് തിന്നണം. അപ്പൊ കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് ഉപ്പ് കൊണ്ട് കൊടുക്കുന്ന രവി അണ്ണനാണ്. അതാണ് അതിന്റെ മൂത്രത്തിൽ ഉപ്പ് രസം പറഞ്ഞത്. ഉപ്പ് രസം കുടിച്ചിറക്കിയപ്പോഴാണ് അറിഞ്ഞതെന്ന്. ശരി.